വളരെ എളുപ്പത്തിൽ ഒരു ടിക്ടാക്ക് ക്ലിപ്പ് നമുക്ക് സ്റ്റൈൽ ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഹായ്, ദാണ്ട് ഞാനിവിടെ 2 കളർ ബീഡ്സ് എടുത്തിട്ടുണ്ട്. പിങ്കും സ്കൈ ബ്ലൂ ആണ്. ഞാൻ പിങ്കാണ് സെൻറ്ററിൽ വരാനായിട്ട് ഉദ്ദേശിച്ചേക്കുന്നത്. ആദ്യമേ അതുകൊണ്ട് പിങ്ക് കോർത്തു. അതുപോലെ തന്നെ അതിൻ്റെ 2 സൈഡും ഞാൻ സ്കൈ ബ്ലൂവിൻ്റെ ബീഡ് കോർത്തു. കണ്ടോ? അതിനുശേഷം പിന്നെയും ഞാൻ പിങ്ക് ഇട്ടു. ആ പിങ്ക് ഇടുമ്പോൾ ആ ബീഡ്സിൻ്റെ ആ ഹോളിൽ കൂടെ ഈ നൂലിൻ്റെ 2 അറ്റവും കടത്തി വിടാനായിട്ട് ശ്രദ്ധിക്കണേ. എന്നാലേ ഉള്ളൂ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ഡിസൈൻ, ആ സ്റ്റൈൽ വരത്തുള്ളൂ കേട്ടോ. ദാണ്ട കണ്ടോ? പിന്നെ അപ്പോൾ ഇനി വേണ്ടുന്നത് 2 സൈഡിൽ പിന്നെയും സ്കൈ ബ്ലൂ കോർക്കുക എന്നുള്ളതാണ്. അത് കോർത്ത് കൊടുത്തു. പിന്നെ സെൻറ്ററായിട്ട് വരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പിങ്ക് കളറ് ബീഡ്സ് കോർത്ത് കൊടുത്തു. അതിൻ്റെ ഹോളിൽ കൂടെ 2 അറ്റവും കടത്തി വിട്ടു, ടൈറ്റ് ചെയ്തു. പിന്നെ സ്കൈ ബ്ലൂ കോർത്തു, പിങ്ക് കോർത്തു, 2 അറ്റവും കടത്തി വിട്ടു, ടൈറ്റ് ചെയ്തു. ഇങ്ങനെ നമ്മളെടുക്കുന്ന ടിക്ടാക്ക് ക്ലിപ്പിൻ്റെ അത്രയും നീളത്തിൽ നമ്മളത് കോർത്തെടുക്കണം കേട്ടോ. ഒരു പിങ്ക് കൂടെ ഇട്ട് കൊടുത്തു. 2 അറ്റവും കയറ്റുകയാണ്. ഇങ്ങനെ തന്നെ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. ടിക്ടാക്ക് വെച്ച് നോക്കി അപ്പോൾ കറക്റ്റ് നീളം കിട്ടി. ഞാനത് 2-3 വട്ടം ടൈ ചെയ്യുന്നുണ്ട്. കാരണം കുഞ്ഞുങ്ങളുടെ തലയിലിരിക്കും, ഇത് പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 3 വട്ടമൊക്കെ നമ്മൾ അത് നല്ലപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ ബാക്കി വരുന്ന ഭാഗം നൂലൊന്നും വെളിയിൽ നിൽക്കാത്ത രീതിയിൽ, കെട്ട് പോവാത്ത രീതിയിൽ നമ്മളതിന് കട്ട് ചെയ്തു. പിന്നെ ടിക്ടാക്ക് ഒരു ഇച്ചിരി കട്ടിയുള്ളൊരു ഷീറ്റിൻ്റെ മണ്ടയ്ക്കോട്ട് വെച്ച് കൊടുത്തു. എന്നിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യാണ്. അതിൻ്റെ സൈഡിലെല്ലാം ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഈ ബീഡ്സ് അതിൻ്റെ പുറത്ത് വെച്ചു. നല്ല സൂപ്പറായിട്ടുള്ളൊരു ക്ലിപ്പ് ഇപ്പോൾ തയ്യാറായില്ലേ? നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനി ഇതുപോലത്തെ വീഡിയോ വേണമെങ്കിൽ എൻ്റെ ചാനലിൽ നിന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.